ഫെബ്രുവരി 1 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലോനപ്പന്റെ മാമോദിസയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശാന്തികൃഷ്ണയാണ് ഇന്ന് ഷോമോളിൽ അതിഥിയായി ചേരുന്നത്. ശാന്തികൃഷ്ണ, ഷോമോളിലേക്ക് സ്വാഗതം. താങ്ക് യു. നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം ജയറാമിന്റെ കൂടെ അഭിനയിക്കുന്നു എന്ന് തന്നെയാണ് ഈ ലോനപ്പന്റെ മാമോദിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വീണ്ടും ആ ഒരു പഴയ സ്കൂളിലേക്ക് പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നോ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ? എന്നും നന്മകളാണ് ഞങ്ങൾ ആദ്യം ഒരുമിച്ച് അഭിനയിച്ച പടം. അതിൽ ഓഫ് കോഴ്സ് ഞങ്ങൾ പെയറായിട്ടായിരുന്നു, ഹീറോയിനായിട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ജയറാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഞങ്ങൾ സിബ്ലിങ്സ് ആയിട്ടാണ്. ഞങ്ങൾ 4 ക്യാരക്ടേഴ്സ്. ഞാൻ ജയറാമിൻ്റെ വല്യേച്ചിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നിഷയുടെ ക്യാരക്ടറാണ്, വിച്ച് ഇസ് സിസിലി. അതിൻ്റെ താഴെയാണ് ലോനപ്പൻ, ജയറാമിൻ്റെ താഴെ ഈവ എന്ന് പറഞ്ഞ കുട്ടിയാണ്. റോസ്ലി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ സിബ്ലിങ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മറ്റേ പടമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു സ്റ്റോറിയും ഒക്കെ ആയിരുന്നു. അത് അന്നത്തെ ജയറാം. ഇന്ന് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ഇത്രയും വളരെ അധികം അന്നേ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ മെച്ചോർഡും കൂടെ ആയി കുറേ കൂടെ എത്രയോ കമൽഹാസൻ പോലെ ഇത്രയും ലെജൻസിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് വന്ന് അത്രയും നല്ല പേരും ഒക്കെ ഉള്ള ഒരു നടനായി മാറി. അപ്പോൾ നാച്ചുറലി ഇപ്പോൾ അത് അഭിനയിക്കാൻ കാണുമ്പോൾ നല്ല രസമാണ്. ജയറാം ഒരുപാട് മാറ്റങ്ങൾ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹൗ ഹി ഹാസ് ഗ്രോൺ ആസ് എൻ ആക്ടർ. ആൻഡ് പണ്ടും ഇന്നും വളരെ ഈസിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നടനും കൂടിയാണ്. സോ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഒരു പാർട്ടി പോലെയായിരുന്നു ഞങ്ങളുടെ ഈ പടം അഭിനയിക്കുമ്പോൾ. രണ്ടാം വരവിൽ കൂടുതലും അമ്മവേഷങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വരുന്നതാണോ അതോ തിരഞ്ഞെടുക്കുന്നതാണോ? ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എന്നെ ചൂസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതാണ്. ഓഫ് കോഴ്സ് എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ നിവിൻ്റെ അമ്മയായിട്ട് ഒരു ക്യാരക്ടറുണ്ട്, അല്ലെങ്കിൽ ചാക്കോച്ചൻ്റെ അമ്മയായിട്ട് ഒരു ക്യാരക്ടറുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഓഫ് കോഴ്സ് എനിക്ക് ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വിജയ് സൂപ്പറിൽ മാത്രമേ ഉള്ളൂ ഹീറോയിൻ്റെ അമ്മയായിട്ട് വരുന്നത്, ഐശ്വര്യയുടെ. ബാക്കി അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഞണ്ടുകളുടെ നാട്ടിൽ ചെയ്തപ്പോൾ നാച്ചുറലി അതിലും നിവിൻ്റെ അമ്മയാണെങ്കിൽ പോലും ഷീല ചാക്കോ ആയിരുന്നു ആ ഒരു കഥയുടെ ഹീറോയിൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ പടങ്ങളും കിട്ടണം എന്ന് പ്രതീക്ഷിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ ക്യാരക്ടർ ആണെങ്കിലും എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു സീനെങ്കിലും ആ ഒരു സീനെങ്കിലും ആൾക്കാർ പടം കാണുമ്പോൾ ഓർത്തിരിക്കണം എന്നെനിക്ക് നിർബന്ധമാണ്. സോ ആ രീതിയിൽ എനിക്ക് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചൂസ് ചെയ്യുകയാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ അഭിനയിച്ച മിഖായേലും വിജയ് സൂപ്പർ, പൗർണമിയും ഒക്കെ എല്ലാം നല്ല പ്രതികരണങ്ങൾ നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. എങ്ങനെയാണ് വ്യക്തിപരമായി ലഭിക്കുന്ന പ്രതികരണങ്ങൾ? ഈ 2 പടങ്ങളും ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു പടം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ കുട്ടനാടൻ മാർപ്പാപ്പയും ഒക്കെ പോലെ ക്യാരക്ടേഴ്സ് ആയിരുന്നെങ്കിൽ പെട്ടെന്ന് എനിക്ക് പോയി അങ്ങനെ പറയാം. മേ ബി ഐ വുഡ് ഹാവ് ബീൻ മോർ ക്യൂരിയസ് ടു നോ എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ഈ പടങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് ഒരു സന്തോഷമുള്ള കാര്യം. മെയിൻ ഞാൻ പറഞ്ഞ പോലെ വിജയ് സൂപ്പറിൽ ഒരു ഹീറോയിൻ്റെ അമ്മയായിട്ട്, രഞ്ജി പണിക്കരും ഞാനും അച്ഛനമ്മയായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ജിസ് ജോയ് ഡയറക്ടർ ഇസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. ദോ ഇറ്റ് ഇസ് നോട്ട് എ വെരി പവർഫുൾ ക്യാരക്ടർ എന്നൊന്നും പറയാനില്ല. ഒരു അമ്മ, നല്ലൊരു അമ്മ ഹു ഇസ് വെരി കൺസേൺഡ് അബൌട്ട് ഹർ ഡോട്ടർ, വിച്ച് ഇസ് നാച്ചുറലി എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ക്യാരക്ടറാണ്. സോ ഡെഫിനറ്റ്ലി അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. പിന്നെ മിഖായിൽ. അപ്പോൾ ആ രീതിയിൽ നിവിൻ്റെ അമ്മയായിട്ട് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഡെഫിനറ്റായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാർക്ക് അതിലേക്ക് എടുത്തു പറയാൻ സംഭവമായിട്ട് ഒന്നും ആർക്കും എനിക്ക് ഇങ്ങോട്ട് റെസ്പോൺസ് വന്നില്ല. ദി ജസ്റ്റ് സെഡ്, ചേച്ചി വിജയ് സൂപ്പറും കണ്ടു, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചേച്ചി അമ്മയായിട്ട് ഇങ്ങനെ ഓരോ ശാസിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയൊക്കെയാണ് ഓർമ്മ വരുന്നത്. സോ ഇറ്റ് വാസ് വെരി നൈസ് ആൻഡ് റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. സോ ഈ ലോനപ്പന്റെ മാമോദിസ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പഴയ പേരാണ് തോന്നുന്നത്. എന്താണ്, അങ്ങനെയാണോ ഈ സിനിമയോ? അത് തന്നെ ഒരു ഇപ്പോൾ ചോദിച്ചില്ലേ, ഇപ്പോൾ ലോനപ്പൻ്റെ മാമോദിസ എന്ന അപ്പോൾ ആ ഒരു മറ്റേ ടൈറ്റിലിനൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത്രയും നീളമുള്ള പേരുകളോ അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റാത്ത ടൈപ്പ് പേരുകളൊക്കെ ഉള്ള ചില ഫിലിംസ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ലോനപ്പൻ്റെ മാമോദിസ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ടൈറ്റിൽ, അപ്പോൾ എല്ലാവരും ക്യൂരിയസ് ആവും, ഇത് കൊള്ളാമല്ലോ, ഇത് എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ. അതേപോലെ ജയറാമാണ്. അപ്പോൾ ജയറാമിൻ്റെ ഇപ്പം നമ്മൾ പോസ്റ്റേഴ്സ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജയറാം ഈ മുണ്ടൊക്കെ കൊടുത്തിങ്ങനെ ചായക്കടയിലൊക്കെ ചായയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുന്നതും. സോ ആ ഒരു മൂഡാണ് സത്യേട്ടൻ്റെ ഒക്കെ പടത്തിൻ്റെ ഒക്കെ ഉള്ളൊരു മൂഡാണെന്ന് തന്നെ പറയാം. അപ്പോൾ ജയറാം അങ്ങനെ ഒരു മുഴുനീള ഒരു ഗ്രാമത്തിൻ്റെ ഒരു കഥ പോലെ ക്യാരക്ടർ ചെയ്ത് എനിക്ക് തോന്നുന്നു കുറേ കാലമായി തോന്നുന്നു. സോ അതും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് അത് മൊത്തത്തിൽ. ഈ ജയറാമിന്റെ വല്യേച്ചിയുടെ വേഷമാണ് ഈ സിനിമയിലെ. ഈ അമ്മ വേഷങ്ങളിൽ നിന്ന് വല്യേച്ചിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ തോന്നിയ സിനിമ കേട്ടപ്പോൾ?
സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വളരെയധികം ഹെസിറ്റേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാട്ടോ. എന്നുവെച്ചാൽ ലിയോ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ചേച്ചി ജയറാമിൻ്റെ ഒരു വല്യേച്ചി ക്യാരക്ടറാണെന്ന്. അപ്പോൾ പെട്ടെന്ന് അത് മാത്രം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജയറാമിൻ്റെ ഹീറോയിനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പെട്ടെന്ന് വല്യേച്ചി എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ജെല്ലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഉടനെ ജയറാം വിളിച്ചിട്ട് പറഞ്ഞു, ജയറാമിൻ്റെ വല്യേച്ചിയാണോ ഫോണിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹി വാസ് ലൈക്ക് ഒരു ഇങ്ങനെ യൂഷ്വൽ നോർമൽ ക്യാരക്ടറാണ് ജയറാമിൻ്റെ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് ഒരു കൺഫ്യൂഷനാണ്, ഞാൻ എങ്ങനെ ഇത് ചെയ്യണോ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചു നോക്ക്, ദെൻ യു വിൽ നോ നമ്മൾ എന്തുകൊണ്ടാണ് ശാന്തിനെ വിളിക്കുന്നത്. ഇപ്പോൾ ലിയോ പറഞ്ഞു മാമിനെ വിളിക്കുന്നത് ഇതുകൊണ്ടാണ്, ഒന്ന് സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നു. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പോലും നമ്മൾ കൊള്ളാം, നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും എന്നേ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഐ തോട്ട് ഓക്കെ ഫൈൻ, ഐ വിൽ ഡു ഇറ്റ്. ബിക്കോസ് പറഞ്ഞ പോലെ എല്ലാ അമ്മ എന്ന് മാത്രം വരാതെ ഇതിലൊരു സിബ്ലിങ്സിൻ്റെ സംഭവവും ഒരു വല്യേച്ചി, അപ്പോൾ ആ വല്യേച്ചിക്ക് ഡെഫിനറ്റായിട്ട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ദേ വുഡ്ന്റ് ഹാവ് അപ്രോച്ച്ഡ് മീ എന്ന ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വൺസ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫോർ ദിസ് മൂവി, അത് സെറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുന്നത്. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. അപ്പോൾ ഐ എം വെരി ഹാപ്പി എനിക്കത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ സത്യമായിട്ട് ഞാൻ ലിയോൻ്റെ അടുത്തും ജയറാമിൻ്റെ അടുത്തും നന്ദി പറയണം ഫോർ ഗിവിങ് മീ ദിസ് ക്യാരക്ടർ. 2 വർഷമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ സജീവമായിട്ടുണ്ട്. പഴയകാല സിനിമയിൽ നിന്ന് ഇപ്പോഴുള്ള സിനിമയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നാണ് തോന്നുന്നത്? അത് അന്ന് ഓഫ് കോഴ്സ് കുറേ എൻ്റെ പ്രായത്തിനേക്കാളും കൂടുതൽ പ്രായമുള്ള ടൈപ്പ് ക്യാരക്ടേഴ്സും അതായത് ഹെവി ക്യാരക്ടേഴ്സും ഒക്കെയായിരുന്നു. ഇൻഫാക്റ്റ് എൻ്റെ ഫസ്റ്റ് പടം നിദ്ര തന്നെ ഞാൻ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ 10-16 വയസ്സിൻ്റെ ഒരു പ്രായത്തിൽ അതൊരു ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഭരതേട്ടൻ തന്ന ആ അശ്വതി എന്ന കഥാപാത്രം. സോ അങ്ങനെയൊക്കെ കുറേ ക്യാരക്ടേഴ്സ് ഇന്നും ആൾക്കാർ ഓർക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ആ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ ഐ എം ലക്കി ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദോസ് ക്യാരക്ടേഴ്സ്. പിന്നെ വീണ്ടും വന്നതിന് ശേഷവും ഇങ്ങനൊരു ആക്സെപ്റ്റൻസ് ജനത്തിൽ നിന്നും എനിക്ക് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ ഈവൻ നൗ. ആൻഡ് പല ജനറേഷൻസിലുള്ള ആൾക്കാർ എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു. അത് കാണുമ്പോഴും നമുക്ക് സന്തോഷം. സ്കൂൾ പിള്ളേർ പോലും ഹൈ മാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പണ്ട് അഭിനയിച്ച ഒരാളിന് ഇന്നത്തെ ജനറേഷൻ ആൾക്കാർ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇഷ്ടപ്പെട്ട് ഹൈ എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു, ഒരു സക്സസ് ഫീൽ ചെയ്യുന്നു. സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഈ ഫഹദിൻ്റെ പുതിയ ചിത്രത്തിൽ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, ശരിയാണോ? സത്യാവസ്ഥ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പടത്തിലുണ്ട്, പക്ഷേ അത് പടത്തിൻ്റെ പേരൊന്നും ഇട്ടിട്ടില്ല. സോ ഇറ്റ്സ് ലൈക്ക് ഒരു നല്ലൊരു പ്രോജക്റ്റാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വകതിരിവ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഡയറക്ടർ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു പടമാണ്. ജോയ് മാത്യുയുടെ പേരാണ്. ഞങ്ങളൊരു LP സ്കൂൾ ടീച്ചേഴ്സായിട്ടാണ് വരുന്നത്. അതും ഒരു ചെറിയൊരു സബ്ജക്റ്റാണ്, ഒരു മെസ്സേജ് ഉള്ള ടൈപ്പ് ഓഫ് പടമാണ്. പിന്നെ കുറച്ച് ഉൾട്ട എന്ന് പറഞ്ഞൊരു പടമുണ്ട് നമ്മുടെ, അതിലൊരു സ്ട്രോങ് സോഷ്യൽ വർക്കറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സോ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം സ്റ്റിൽ ഡബ്ബിങ് സ്റ്റേജിലൊക്കെ കിടക്കുന്ന പടങ്ങളാണ്. സോ ഡിഫറെൻറ്റ്. ഏതിലേക്ക്? തമിഴോ? തമിഴ് ഇതേവരെ അങ്ങനെ ഒരു ഓഫർ വന്നിട്ടില്ല. മേ ബി ഐ ഡോണ്ട് നോ വൈ, ബട്ട് പണ്ടും എനിക്ക് കൂടുതൽ താല്പര്യം എപ്പോഴും മലയാളത്തിലൂടെ തന്നെയായിരുന്നു. പക്ഷെ നല്ല ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് നത്തിങ്. എൻ്റെ മാമോദിസ എന്തായാലും ഫെബ്രുവരി 1 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എന്താണ് സിനിമയെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? സത്യം പറഞ്ഞപ്പോൾ ലിയോൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ വരുമ്പോൾ തന്നെ ഞാൻ സംസാരിച്ചു. അപ്പോൾ പറയുമായിരുന്നു ബേസിക്കലി ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾക്ക് എല്ലാവർക്കും കൊച്ചിലെ മുതൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാവും. നമ്മൾ വലുതാവുമ്പോൾ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രായം, പക്ഷേ കുറേ കഴിയുമ്പോഴേക്കും സർക്കംസ്റ്റൻസസ് മൈറ്റ് ബി ഡിഫറെൻറ്റ്, യു വിൽ ഹാവ് ടു ചൂസ് ഡിഫറെൻ്റ്ലി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള ഒരു ലോകം വെച്ചിട്ട് അവരങ്ങ് കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ ലൈഫ് ഇതാണ്, ഹാപ്പി ആയിരിക്കും, പക്ഷേ എന്നാലും അത് മതി എന്ന ലൈനിൽ നിൽക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ, അതുപോലെ കുറേ ക്യാരക്ടേഴ്സാണ് ഈ പടത്തിലുള്ളത്. സോ അപ്പം എനിക്ക് തോന്നുന്നത് ഈ വല്യേച്ചി ഞാൻ പറഞ്ഞതുപോലെ എന്താ പറയുക, അവർക്ക് അമ്മയച്ഛന് അവരാരും ഇല്ലാത്തതുകൊണ്ട് ഈ വല്യേച്ചി ആയിരിക്കും ഈ പിള്ളേരെ വളർത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകമാണ്. ആ ലോകത്തിലേക്ക് ആരും വരാൻ പാടില്ല. ആരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പൊസസീവ് ആവും. ഒരു അമ്മ ചിലപ്പോൾ മക്കളായിട്ട് എങ്ങനെ പൊസസീവ് ആവും അതുപോലെ. അപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് ഐഡൻറ്റിഫൈ ചെയ്യും ഈ പടമായിട്ട്. സോ ഒരു കോമഡി ജോണറിൽ പോകുന്ന ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ സക്സസ്. നിങ്ങളെല്ലാവരും
അത് കണ്ട് ആസ്വദിക്കണം. അമ്മവേഷങ്ങളും വലിയച്ച വേഷങ്ങളും മാത്രമല്ല കൂടുതൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇനിയും തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഷോമോളിൽ എത്തിയതിന് വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.